സ്പീക്കോട്ടിലേക്ക് വീണ്ടും. ആരാകും കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി എന്നതായിരുന്നു കുറച്ചു ദിവസങ്ങളായി ഉയർന്നു കേട്ടിരുന്ന ചോദ്യം. ഇന്ന് പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നതിന് മുൻപ് തന്നെ ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ റവാഡ ചന്ദ്രശേഖറാണ് പുതിയ പോലീസ് മേധാവിയായി ചുമതലയേൽക്കാൻ പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണുള്ളത്. അവിടെ ചില നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അതിനുശേഷം അധികം വൈകാതെ തന്നെ കേരളത്തിലെത്തി ചുമതല ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. UPSC നൽകിയ 3 പേരടങ്ങിയ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് മന്ത്രിസഭാ യോഗം റവാഡയെ തെരഞ്ഞെടുത്തത്. ഒപ്പം മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു പട്ടികയിൽ, നിതീഷ് അഗർവാളും യോഗേഷ് ഗുപ്തയും. എന്തുകൊണ്ടാണ് അവരെ തഴഞ്ഞ് റവാഡയിലേക്ക് മന്ത്രിസഭാ യോഗം എത്തിയത്? നോക്കാം. സെയ്ഫ് സ്നിലബ്ദീൻ വിശദീകരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് പുതിയ സംസ്ഥാന പോലീസ് മേധാവി ആര് എന്നുള്ളത്. അത് സംസ്ഥാന സർക്കാർ മാത്രം തീരുമാനമെടുക്കേണ്ട വിഷയമായിരുന്നില്ല. UPSC കൂടി അതിനകത്തെ ഭാഗമായി വരുന്നുണ്ട്. കാരണം സുപ്രീം കോടതി വിധി അനുസരിച്ച് UPSC നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമാണ് സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സംസ്ഥാനങ്ങൾക്ക് കഴിയുക. അതിനെ മറികടന്നുകൊണ്ട് പല സംസ്ഥാനങ്ങളും അങ്ങനെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും കേരളം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വന്നിരുന്നത്. അങ്ങനെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തുകൊണ്ട് 6 പേരുടെ പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് മുന്നിലേക്ക് നൽകുന്നു. ഏറ്റവും സീനിയറായിട്ടുള്ള IPS ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാൾ 1989 ബാച്ച് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ആദ്യ പേരായി ഉൾപ്പെടുത്തുന്നു. 91 ബാച്ച് ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖർ, 93 ബാച്ച് ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്ത, പിന്നീട് മനോജ് ബർഹാം, സുരേഷ് രാജ് പുരോഹിത്, പിന്നീട് MR അജിത് കുമാർ. ഈ 6 പേരുടെ പട്ടിക കേന്ദ്രത്തിന് മുന്നിലേക്ക് സംസ്ഥാന സർക്കാർ വെക്കുകയാണ്. അങ്ങനെ കേന്ദ്രം അതിനകത്ത് യോഗം ചേർന്നു. UPSC യോഗം ചേർന്നു. ആ യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ചീഫ് സെക്രട്ടറി ജയതിലക്, നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ആയിട്ടുണ്ടായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് അടക്കമുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് 3 പേരുടെ ചുരുക്കപ്പട്ടിക കേന്ദ്രം തയ്യാറാക്കുന്നു. UPSC തയ്യാറാക്കി തിരികെ സംസ്ഥാനത്ത് നൽകുന്നു. അത് ഏറ്റവും സീനിയറായിട്ടുള്ള 3 ഉദ്യോഗസ്ഥരുടെ പേര്, നിതിൻ അഗർവാളിൻ്റെയും റവാഡ ചന്ദ്രശേഖറിൻ്റെയും യോഗേഷ് ഗുപ്തയുടെയും പേര് നൽകുന്നു. അതിൽ ആരാകും എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്ന് വരുന്നുണ്ടായിരുന്നു. നിതിൻ അഗർവാൾ BSFൽ ഉണ്ടായിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലെ ബ്ലാക്ക് മാർക്കായി സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ചുമതലയാണ് സംസ്ഥാനത്ത് നിലവിൽ അദ്ദേഹത്തിനുള്ളത്. പിന്നീട് റവാഡ ചന്ദ്രശേഖറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 94-ൽ IPSന്റെ ചുമതല ഏറ്റെടുത്ത് വന്ന് ആദ്യം ചുമതലയേൽക്കുന്നത് തലശ്ശേരിയിലാണ്. തലശ്ശേരിയിൽ ASP ആയി ചുമതലയേറ്റ് 2ാമത്തെ ദിവസമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. അതിന് വെടിവെപ്പിന് നിർദ്ദേശം നൽകി എന്നതിൻ്റെ പേരിൽ പിന്നീട് അദ്ദേഹം സസ്പെൻഷനിലാവുകയും ചെയ്തിട്ടുണ്ട്. CPMന്റെ 5 പ്രവർത്തകർ മരിച്ച സംഭവമാണ്. CPMന്റെ പ്രവർത്തകർ വൈകാരികമായി കാണുന്ന സംഭവമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ്. അദ്ദേഹം ആകുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നിരുന്നു. യോഗേഷ് ഗുപ്ത സംസ്ഥാന സർക്കാരിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അനഭിമതനായി പോയിരുന്നു. അതിന് വിവിധ കാരണങ്ങളുണ്ട്. PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസ്, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ചില വിശദാംശങ്ങൾ CBIക്ക് കൈമാറി എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്ന് വന്നിരുന്നു. എന്തായാലും അദ്ദേഹത്തെ ആക്കില്ല എന്ന് ഏകദേശം ഉറപ്പായിരുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റവാഡ ചന്ദ്രശേഖരനാണ് ഈ 3 പേരിൽ ഏറ്റവും ഭേദപ്പെട്ടയാൾ, അദ്ദേഹത്തെ നിയമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നിയമനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണമായി പറയുന്നത് മറ്റ് 2 പേരോടും CPMന് വലിയ താല്പര്യമില്ല. പാർട്ടി തീരുമാനം, മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്ന് പറയാൻ കഴിയില്ല. പാർട്ടിയുടെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ഡിസിഷൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, BSFൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ ഒരു വാദം ഉന്നയിക്കുന്നു. നിതിൻ അഗർവാളുമായി ബന്ധപ്പെട്ട്, യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യം സംസ്ഥാന സർക്കാർ നേരത്തെ പ്രകടിപ്പിക്കാത്തതുകൊണ്ട് 3ാമത്തെ പേരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടുതലായി പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന വാദം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. CPM നേതൃത്വം ആകെ ചർച്ച ചെയ്തിട്ടാണോ ഈ തീരുമാനം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ CPMന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തിട്ടാണ് ഈ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കണ്ണൂരിൽ നിന്നുള്ള കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ചില നേതാക്കന്മാരുണ്ട്. P. ജയരാജൻ, MB ജയരാജൻ അടക്കമുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. അവർക്ക് വൈകാരികമായ ഒരു പക്ഷേ ആ വിഷയത്തെ മറ്റൊരു തരത്തിൽ കാണേണ്ടി വരും. അതിൻ്റെ പ്രതികരണം എന്ന നിലയിലാണ് വലിയ അതൃപ്തി പ്രകടിപ്പിച്ചില്ലെങ്കിലും ആ വെടിവെപ്പിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വിവിധ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം ചുമതലയേറ്റ് 2 ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ. അതിനുശേഷം
EK നയനാർ സർക്കാർ വന്ന സമയത്ത് അദ്ദേഹത്തിന് തൃശ്ശൂരിൽ, പാലക്കാട് എല്ലാം ആ സർക്കാർ ചുമതല നൽകിയിട്ടുണ്ട്. പിന്നീട് 2001 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വിവിധ ചുമതലകൾ നൽകിയിട്ടുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാർ വന്ന കാലഘട്ടത്തിൽ ഒന്നും അദ്ദേഹത്തിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധമൊന്നും ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. വിവിധ ആൾക്കാരിൽ ഒരാൾ മാത്രമാണ് ഇടപാട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്തായാലും വിവാദങ്ങൾ ഇവിടെ കെട്ടടങ്ങും എന്ന് തോന്നുന്നില്ല. അത് പാർട്ടി നേതാക്കന്മാർ പരസ്യമായി ഇപ്പോൾ പറയുന്നില്ല എങ്കിൽ പോലും പിന്നീട് സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുമ്പോൾ P. ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ചില വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയുകയും വേണ്ട. യെസ്, എന്തായാലും CPM-നകത്തു നിന്ന് വലിയ അതൃപ്തി പരസ്യമായി തന്നെ പറഞ്ഞു കേൾക്കാനില്ല എങ്കിലും ചെറിയ മുറുമുറുപ്പ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് P. ജയരാജന്റെ പ്രതികരണത്തിൽ നിന്നുൾപ്പെടെ വായിച്ചെടുക്കേണ്ടത്. ന്യൂസ് ഡീകോഡ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഔട്ട് ടു ഫോക്കസ് കാണാം.